ഹേയ് ഗായ്സ് അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്ക്, എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു കുഞ്ഞ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാനും ഇക്കായും പിന്നെ ഇസമോളും കൂടി ജസ്റ്റ് ഒന്ന് ലുലു മോൾ വരെ ഒന്ന് പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണി. പ്രത്യേകമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു കുഞ്ഞ് ഷോപ്പിംഗ്, വളരെ കുഞ്ഞ് ഷോപ്പിംഗ് ആണ്. പ്രത്യേകമായിട്ടൊന്നുമില്ല. ഇന്നാവുമ്പോൾ ഈദിൻ്റെ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇസമോക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലുലു മോളിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഇവിടെ എത്തിയതിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് അവൾ കാണിക്കുന്നത്. ഇന്നാണെങ്കിൽ രണ്ടാം പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ നല്ല പോലെ തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല പോലെ തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ എന്തെല്ലോ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടക്കുന്നതാട്ടോ കണ്ടത്. നല്ലതുപോലെ തന്നെ തിരക്കുണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാളും തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഇസമോള് ലുലു മോളിൽ വിളിക്കല് ഇല്ലു മോൾ എന്നാണ്. അതാണ് ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഇല്ലു മോളിലെത്തി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം കാണിച്ചത്. ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഇവിടെ വരാനായിട്ട്. ഇവിടെ ആയാലും പിന്നെ ഹൈലൈറ്റ് മോളായാലും ഒക്കെ മോളുകളിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പോകാൻ ഇതൊക്കെ. പക്ഷേ അത് അൽഹംദുലില്ലാ ഇപ്പം എനിക്ക് 5 മാസം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയി വരുന്നത്. ഛർദിയും തലകറക്കവും ഒക്കെ ആയത് കാരണം ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാറില്ലേനു. ഇപ്പം ഞാനൊന്ന് തല പൊക്കി എണീച്ചൊക്കെ വരുന്നത്. കുഞ്ഞ് ബേബി ബമ്പൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഓക്കെയാണ്. കുറേയൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങി. ഞാൻ അധികം ഫുഡൊന്നും കഴിക്കാറില്ലേനു. ഛർദിയായിട്ട് ഒന്നും നല്ലപോലെ എനിക്ക് കഴിക്കാൻ വരെ പറ്റിയിട്ടില്ലേനു. ഞാൻ മാക്സിമം ഷോർട്സൊക്കെ ഇടയ്ക്കൊക്കെ ഷോർട്സൊക്കെ ഇട്ടുകൊണ്ട് ഒതുക്കലായിരുന്നു കേട്ടോ. വീഡിയോസൊന്നും അങ്ങനെ ചെയ്യാറില്ലേനു. ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ വരുന്നത്. ഏതായാലും സ്റ്റാർട്ടിങ് ആക്കാമെന്ന് വിചാരിച്ചു വ്ളോഗൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഞാനിന്ന് ഏതായാലും ലുലു മോളിലേക്കൊക്കെ പോയിട്ടില്ല. ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ആണ്, കൂടുതലായിട്ടൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ മുന്നേ ലുലു മോളിൽ വന്നപ്പോൾ ഓഫറിൽ 2-3 ഫ്രൈ പാന് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എൻ്റെ ഉമ്മാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലുലു മോളിലേക്ക് പോകുന്ന ദിവസം ഓഫറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഫ്രൈ പാന് കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ എനിക്ക് നീ വാങ്ങിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതിലൊന്ന് പോവല്ലേ. അപ്പോൾ ഉമ്മ പറഞ്ഞതുപോലെ ഫ്രൈ പാന് കാര്യങ്ങൾ അപ്പച്ചട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ഉമ്മ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ ഒക്കെ ഓഫറൊക്കെ ഉണ്ട്. ഇമ്മ ആവശ്യപ്പെട്ടതുപോലെ ഈ അപ്പച്ചട്ടി കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഓഫറിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് നോക്കായിരുന്നു. ഫ്രൈ പാനും കാര്യങ്ങളും അപ്പച്ചട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മ ഫ്രൈ പാനും പിന്നെ അപ്പച്ചട്ടിയും പിന്നെ ഒരു കടായിൻ്റെ ഒരു പാത്രമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിന്. അത് 3 വാങ്ങിക്കാനായിട്ട്. പിന്നെ ഒരു ഇൻഡാലിയത്തിൻ്റെ ഒരു ദോശക്കല്ല്, അങ്ങനെ അത് ഇവിടെ നിന്നല്ല വേറെ പുറത്ത് നിന്നാട്ടോ വാങ്ങിക്കുന്നത്. ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരുപാട് ദിവസങ്ങൾ മുന്നേ എനിക്ക് എൻ്റെ കയ്യിൽ ക്യാഷ് വരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നീ എപ്പോഴാണോ പോകുന്നത് അപ്പോൾ എനിക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്തായാലും അതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉമ്മാനൊക്കെ വിളിച്ചിട്ട് ഓരോന്ന് ഓഫറിലുള്ള എല്ലാ ഐറ്റംസിനെ പറ്റിയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടാട്ടോ വാങ്ങിക്കുന്നത്. ഏതായാലും വന്നതല്ലേ, ഒന്ന് വില കൂടിയ ഐറ്റംസൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നോക്കിക്കളയാമെന്ന് വിചാരിച്ചു. അതും കൂടി നോക്കിയാട്ടോ ഞാൻ പോകുന്നത്. ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. അങ്ങനെ വാങ്ങിക്കാൻ വന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടോ. പക്ഷെ കടായിൻ്റെ പാത്രം മാത്രം ഞാൻ വാങ്ങിച്ചിട്ടില്ല. അത് എനിക്ക് അത്യാവശ്യം റേറ്റായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലായിരുന്നു, അപ്പോൾ വാങ്ങിച്ചിട്ടില്ല. ഫ്രൈ പാനും അപ്പച്ചട്ടി പിന്നെ 5 പീസ് ബോക്സായിട്ട് വരുന്ന ഒരു ഐറ്റമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇവിടെ ഓരോന്ന് സെലക്ട് ആക്കുന്നുണ്ട്. എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇസുവിൻ്റെ പർച്ചേസിങ് ഉണ്ടാവുക. കാരണം ആ ഒരു ഭാഗത്ത് നല്ല മിഠായിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചോക്ലേറ്റ്സൊക്കെ കാണുമ്പോൾ അവർക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ സെലക്ട് ആക്കല്ലോ. അപ്പോൾ അതുപോലെ ഇസക്ക് വേണ്ടതൊക്കെ ഇസ് സെലക്ട് ആക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ബില്ല് ചെയ്യണം കേട്ടോ. ബില്ല് ചെയ്യാനും നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്ക് കഴിഞ്ഞാൽ കൗണ്ടർ നോക്കിയിട്ടാട്ടോ ഞാൻ വന്ന് നിൽക്കുന്നത്. നമ്മൾ ലുലു മോളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കയറിയിട്ട് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ സെലക്ട് ആക്കിയിട്ട് ഫുഡ് കോർട്ട് പോയിട്ട് ഫുഡും കഴിച്ചിട്ടാട്ടോ പോകാറുള്ളത്. ഇന്ന് നമ്മൾ അതിനൊന്നും നിന്നിട്ടില്ല. കാരണം ഞാൻ നേരെ പോകുന്നത് വീട്ടിലേക്കാണ്, എൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ഉമ്മ ഫുഡ് കാര്യങ്ങളൊക്കെ കരുതുന്നുണ്ട്.
ഇനി ഇതെല്ലാം കൂടി വാരിപ്പെറുക്കി കവറിലാക്കി നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഒരു ഐറ്റം കൂടി വാങ്ങിക്കാനുണ്ട്. ഞാൻ പറഞ്ഞ ദോശക്കല്ല്, പത്തിരിക്കല്ലൊക്കെ എല്ലാത്തിനും യൂസാക്കുക. അങ്ങനത്തെ ഒരു കല്ലാണ്. നല്ല വെയിറ്റുള്ള, അത്യാവശ്യം നല്ല വെയിറ്റുള്ള കല്ല് തന്നെയാണ്. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇനി അതും കൂടി വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലുലുമോളിൽ എന്തായാലും പിരിയാടെ ഇനി എപ്പോഴെങ്കിലൊക്കെ വരാം. മോളെ ടൈം എത്രയായി നോക്കട്ടെ, വാച്ച് നോക്കട്ടെ. ടൈം എത്രയായി? 2 മണിയോ? അല്ല, അപ്പൊ നേരം വൈകില്ല നമ്മള്. ഇനി എന്ത് ചെയ്യൂ? എണീച്ചിക്ക് വാ, നമുക്ക് പോവാ. നമുക്ക് പോണ്ടേ? ടൈം 2 മണിയായി. ഓ മൈ ഗോഡ്. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത ഐറ്റം. ഈ ഒരു കല്ല് വാങ്ങിക്കാനാട്ടോ പിന്നെ വന്നിട്ടുള്ളത്. ഇത് ഞങ്ങൾ ടൗണിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കല്ല് അടിപൊളിയാണ്, നല്ല യൂസ്ഫുള്ളാണ്. കല്ലൊക്കെ സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് അവർ പാക്ക് ചെയ്യണം. പാക്കിങ്ങിനായിട്ട് ഇവിടെ വെയിറ്റ് ആക്കുകയാണ്. എനിക്കാണെങ്കിൽ ദാഹിച്ചിട്ട് പണ്ടാരടങ്ങുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കണം. അപ്പോൾ ഇനി ഇത് പാക്ക് ചെയ്തിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി പോകണം. എനിക്ക് നല്ല രീതിക്ക് തന്നെ ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇളനീർ വെള്ളമായിട്ട് ഓർഡറാക്കി. ഇവിടെ ആണെങ്കിൽ ബാപ്പി മോളും ഇളനീരിൻ്റെ ഫലൂദായിട്ട് ഓർഡറാക്കിയിട്ട് കഴിക്കുന്നത്. അവരത് കഴിക്കട്ടെ, ഞാനിതിവിടെ ഇരുന്ന് തിന്നട്ടെ. ഇസുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇളനീരിൻ്റെ കാമ്പൊക്കെ. അപ്പോൾ അത് കോരിയെടുത്ത് പിറക്കി തിന്നാണ് ഗൈസ്. അങ്ങനെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഒക്കെ വാങ്ങിച്ചു, ഒക്കെ കഴിച്ചു. അപ്പം നമ്മളിത് നേരെ വീട്ടിലേക്ക് എത്തി. ഇപ്പം സമയം 10 മണി ആയിട്ടുണ്ട്. ഇനി നേരെ പോയിട്ട് വാതിൽ ചവിട്ടി അങ്ങോട്ട് പൊളിച്ചേക്കാം അല്ലേ. അങ്ങനെ നേരെ പോയി വാതിൽ തന്നപ്പോൾ എൻ്റെ ഉമ്മച്ചി അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞ് പാവും. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ശരി, നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം, പറയും ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ പറയും. ശരി, അടുത്ത വീഡിയോയിൽ കാണാൻ പറയും. ടാറ്റ. ഒരവിടെ താഴെ എല്ലാവർക്കും. ഓക്കേ.